ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, ജന്മഭൂമിയുടെ മുൻ എഡിറ്റർ KVS ഹരിദാസ്, ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ബെൻസ്റ്റൺ ജോൺസൺ എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ ബെൻസ്റ്റൺ ജോൺ, 1996 മുതൽ BJPയുടെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്ന രാമജന്മഭൂമി രാമക്ഷേത്ര നിർമ്മാണം, അതിനു മുമ്പേ 1984 മുതൽ എല്ലാ പ്രകടന പത്രികയിലും കാണുന്ന കശ്മീരിൻ്റെ പ്രത്യേക പദവി 370 വകുപ്പ്, ജനസംഘത്തിൻ്റെ കാലം തൊട്ടേ പറയുന്ന ഏക സിവിൽ കോഡ് ഇത്യാദി കാര്യങ്ങളല്ലാതെ 21ാം നൂറ്റാണ്ടിൽ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഭരണപരമായ ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി പുതുതായി എന്താണ് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്? കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയുമായി താങ്കൾ ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ ഒറ്റ വാക്കിൽ എങ്ങനെ ഈ പ്രകടന പത്രികയെ വിശേഷിപ്പിക്കാം? ഈ ഒരു പ്രകടന പത്രികയുടെ ക്വാളിറ്റി മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഒന്നല്ല പല പടി മുമ്പിലാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. പ്രകടന പത്രിക മാത്രമല്ല ഒരു ഇലക്ഷൻ നിർണ്ണയിക്കുന്നത്, അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്നു, അതിൻ്റെ ക്യാമ്പയിൻ സ്ട്രാറ്റജി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ BJP കോൺഗ്രസിനെക്കാട്ടി പല പടി മുന്നിലാണെന്നുള്ള വസ്തുത നമ്മൾ മറച്ചു വെക്കാത്തതിനോടൊപ്പം തന്നെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ആചാരം, ഒരു റിച്വലിസ്റ്റിക് പ്രാക്ടീസ് പോലാണ് നമ്മൾ പ്രകടന പത്രിക പുറത്തേക്ക് വരുന്നു. അത് എത്രമാത്രം രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് സത്യസന്ധത പുലർത്തുന്നു എന്നൊക്കെ ഉള്ളത് ഡിബേറ്റ് ചെയ്യാവുന്നൊരു കാര്യമാണെങ്കിൽ പോലും ഈ വട്ടത്തെ പ്രകടന പത്രികകളുടെ ക്വാളിറ്റി നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വളരെയധികം BJPയുടെ പ്രകടന പത്രികയെക്കാട്ടിൽ മുമ്പിൽ നിൽക്കുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. അതിന് 1-2 കാരണങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ ഞാനിവിടെ. ഒന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മീഡിയ വണ്ണിലെ ചർച്ചയും മറ്റ് പല ചാനലുകളിലെ ചർച്ചയിലും നമ്മൾ ഉയർന്നു കേട്ടൊരു ചോദ്യം, കോൺഗ്രസ് ഈ പ്രോമിസ് ചെയ്തിരിക്കുന്ന ന്യായ് എന്ന് പറയുന്ന സ്കീം ഇവരെങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും കൂടിയ ചെലവ് പോലും GDPയുടെ 2.9% മാത്രമേ എത്തത്തുള്ളൂ എന്നാണ് കണക്കുകൾ നമ്മളെ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല സ്കീംസും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും നമ്മൾ ഒരു പ്രോഗ്രസ്സിലും കണ്ടിട്ടില്ല. വ്യക്തമായ നമ്പേഴ്സ് BJPയുടെ ഒപ്പം ഉണ്ടായിരുന്നിട്ട് കൂടിയും വിമൻസ് റിസർവേഷൻ ആവട്ടെ, 370 ആകട്ടെ, രാമക്ഷേത്ര നിർമ്മാണമാകട്ടെ, ഇതിനൊന്നും അധികം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഒരു സൈഡിൽ നിൽക്കുന്നു. 2, ഇവിടെ പ്രോമിസ് ചെയ്തിരിക്കുന്ന കോർ ഇക്കണോമിക് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫാമേഴ്സ് ഇൻകം ഡബിൾ ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് 2022. ഈ കഴിഞ്ഞ 4 വർഷത്തെ കാർഷിക വരുമാനം വളർന്നിരിക്കുന്നത് 3% പോലുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വളർച്ചാ നിരക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏകദേശം 23-24% വർഷമെടുക്കും ഫാമേഴ്സ് ഇൻകം ഡബിൾ ആവാൻ. മറിച്ച് 2022, അതായത് 3 വർഷം, ഇവിടുന്ന് 3 വർഷം മുന്നിലോട്ട്, അന്ന് ഫാമേഴ്സ് ഇൻകം ഡബിൾ ആവണമെങ്കിൽ നേരെ മറിച്ച് ഏകദേശം 23-24% ഫാം ഇൻകം വളരണം. അതിനുള്ള റോഡ് മാപ്പ് എന്താണ്? യാതൊരു വ്യക്തതയും അതിനകത്തില്ല. ന്യായിനെ കുറ്റം ചെയ്യുന്നതിനെക്കാട്ടിൽ ഒരുപാട് കൂടുതൽ, കുറ്റം പറയുന്നതിനെക്കാട്ടിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ളൊരു പ്രോമിസ്. 2, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഞെട്ടുന്നൊരു ഫിഗർ, 126 ലക്ഷം കോടി രൂപ 5 വർഷം കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെയും ഒരു റോഡ് മാപ്പ് നടന്നാൽ വളരെ നല്ല കാര്യം, ഇന്ത്യ പോലെ ഒരു ഗ്രോയിങ് ഇക്കോണമിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം. പക്ഷെ ഒരു റോഡ് മാപ്പ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അത് തന്നെ നമുക്കൊരു പക്ഷേ പറയാം, ഒരു മാനിഫെസ്റ്റോയിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ പുറത്തേക്ക് വന്നപ്പോൾ ഉയർന്നു കേട്ട ചില വിമർശനങ്ങൾക്ക് വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ BJPയുടെ മാനിഫെസ്റ്റോ അതിലും വലിയ രീതിയിൽ പുറകോട്ട് നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്തത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ വളരെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ആണ് മുന്നിൽ നിൽക്കുന്നതെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഇത്തരത്തിലൊരു നോർമൽ ഇലക്ഷൻ ടൈമിൽ പോലും വളരെ ബ്രേവായിട്ടുള്ള സ്റ്റെപ്സ് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ പ്രോമിസ് ചെയ്യുന്നു. ഇതൊരു നോർമൽ ഇലക്ഷൻ ടൈം അല്ല. നാരറ്റീവ്സ് ഒരുപാട് വ്യത്യാസമാണ്. താഴേക്കിടയിൽ മാറ്റർ ചെയ്യുന്ന വിഷയങ്ങൾ എന്തെന്ന് പോലും ഒരുപക്ഷെ കോൺഗ്രസിന് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് നമ്മൾ പലരും ഇപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്നു. BJP ആണ് പൾസ് അറിഞ്ഞ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി BJP ആണ്. അപ്പോൾ അവിടെ തന്നെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് കൂടെ നിൽക്കുന്ന സ്റ്റെപ്സ്, ആർട്ടിസ്റ്റിക് ഫ്രീഡത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രോമിസസ്, സെഡിഷനെതിരെയായിട്ടുള്ള പ്രോമിസസ്, ആഫ്സ്പ റിവോക്ക് ചെയ്യുവല്ല, മറിച്ച് അതിന് മാറ്റങ്ങൾ
വരുത്തുമെന്നുള്ളൊരു പ്രോമിസ്. അപ്പോൾ അവിടെയും കോൺഗ്രസിനെ കുറ്റം പറയുന്ന BJP 2014 ജമ്മു ആൻഡ് കശ്മീർ ഇലക്ഷനിൽ ആഫ്സ്പ എടുത്ത് മാറ്റുമെന്നൊരു പ്രോമിസ് അവിടെ കൊടുത്താണ്. രാഹുൽ ഗാന്ധിയുടെ മാനിഫെസ്റ്റോ അങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മാറ്റങ്ങൾ മാത്രമാണ് അവർ പറയുന്നത്, എടുത്തു മാറ്റും എന്ന് പറയുന്നില്ല, ചില അനിവാര്യമായ മാറ്റങ്ങൾ. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ നോക്കുന്നത് 2014 BJP മാനിഫെസ്റ്റോയും 2019 BJP മാനിഫെസ്റ്റോയും നോക്കി ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളട്ടെ. 2014 BJP മാനിഫെസ്റ്റോയുടെ ഫ്രണ്ട് പേജ് നമ്മൾ നോക്കുവാണെങ്കിൽ ആ സാഫ്രൻ കളർ, നടുക്കൊരു വലിയ താമര, ഇടത്തെ വശത്ത് അദ്വാനി, മുരളി മനോഹർ ജോഷി, വാജ്പേയി, അങ്ങനെ ഒരു പറ്റം നേതാക്കന്മാർ. താഴെ താമരയുടെ താഴെ മോഡി നടുക്ക്, ചുറ്റിനും സുഷമ സ്വരാജ്, പരീക്കർ, അരുൺ ജെയ്റ്റ്ലി, മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ എന്ന ചൗഹാൻ, വസുന്ധര രാജെ, ഇങ്ങനെ ഒരു പറ്റം നേതാക്കൾ. ഇപ്പോൾ നമ്മൾ ഈ മാനിഫെസ്റ്റോയുടെ ഫ്രണ്ട് പേജ് എന്താണ്? ഒരു മോദി മാത്രം. അത് മാനിഫെസ്റ്റോയ്ക്ക് അകത്തും വളരെ വ്യക്തമായി നമ്മൾ കാണുന്നതാണ്. പ്രൈം മിനിസ്റ്റർ മോദിയുടെ കോട്ട്സും പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഫോട്ടോയും പല സ്ഥലങ്ങളിൽ. അമിത്ഷായുടെ ഫോട്ടോ ആ ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്, ഒരു ചെറിയ ഫോട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ അടുത്തതായിട്ട് രാജ്നാഥ് സിംഗിൻ്റെ ഒരു ഫോട്ടോയും വികൽപ് ലെറ്ററിൻ്റെ ഒരു ഫോട്ടോയും അവിടെ വരുന്നുണ്ട്. അപ്പോൾ BJPയെ സഹായിക്കുന്നത് എന്താണെന്ന് BJPക്കും വ്യക്തമാണ്, നമുക്കും വ്യക്തമാണ്. മോഡിയുടെ പോപ്പുലാരിറ്റി അവരെ ഹെൽപ്പ് ചെയ്യും. അതിനൊരു ഓൾട്ടർനേറ്റീവിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ ഐഡിയാസ് മോഡി എന്ന് പറയുന്ന ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിഗറിനൊപ്പം നിൽക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ ഇലക്ഷനെ നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനമായ. ഹരിദാസ്, കഴിഞ്ഞ 2014 മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു രാജ്യത്തെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നു. അതൊരു കട്ട് ആൻഡ് പേസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് ഇതിനെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നതാണ്. മാത്രമല്ല, കഴിഞ്ഞ 2014 പറഞ്ഞ പല കാര്യങ്ങളും, രാമജന്മഭൂമി പ്രശ്നം ഉൾപ്പെടെ, രാമക്ഷേത്രം ഉൾപ്പെടെ, ഏക സിവിൽ കോഡ് ഉൾപ്പെടെ, ആർട്ടിക്കിൾ 370 ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ആവർത്തിക്കുമ്പോൾ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ തവണ മോദി സർക്കാർ പറഞ്ഞത് പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു. ഇത്തവണ തൊഴിലവസരങ്ങളെക്കുറിച്ച് ഈ പ്രകടന പത്രികയിൽ ഒന്നും പറയുന്നില്ല. ഈ വിട്ടുപോക്ക് അല്ലെങ്കിൽ ഇതൊഴിവായത് മനഃപൂർവ്വമായ ഒരു മാറ്റമാണോ? കഴിഞ്ഞ 5 വർഷം ഭരിച്ച ഒരു സർക്കാരിൻ്റെ പരാജയം സമ്മതിക്കുന്ന ഒരു നിലപാടായിട്ട് കാണേണ്ടതുണ്ടോ, അല്ല അത് യാദൃശ്ചികമായി സംഭവിച്ചതാണ്? ഇത്തവണ എനിക്ക് തോന്നുന്നു ഇതിനൊരു ആമുഖം ആവശ്യമാണ്. ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ വ്യക്തമായ ചില പദ്ധതികളുമായിട്ട് തന്നെയാണ് BJP രംഗത്ത് വരുന്നത്. ഒന്ന്, കഴിഞ്ഞ കാലത്ത് ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ റിസൾട്ട് ഈ മാനിഫെസ്റ്റോയിൽ നിഴലിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നാളെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ഈ BJP ഈ സമയത്ത് വിശദീകരിക്കുന്നത്. നമ്മൾ 2-3 ആസ്പെക്ട്സ് മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, രാജ്യത്തിൻ്റെ എക്കണോമി, സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമായി എന്ന് ആക്ഷേപിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനത് കാണാതെ പോവുകയല്ല. പക്ഷെ ഒരു രാജ്യത്തിൻ്റെ എക്കണോമി എന്തായിരിക്കും അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനുള്ള ഒരു സാക്ഷ്യപത്രം എന്താ? നമുക്ക് 3-4 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്നലെയോ മിനിയാന്നോ മറ്റാണ് ഈ സെൻസെക്സ് 39,000 ക്രോസ് ചെയ്തത്. സെൻസെക്സ് 39,000 ക്രോസ് ചെയ്യുന്നു എന്ന് വന്നാൽ അത് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയിലുള്ള വലിയ മാറ്റമല്ലേ കാണിക്കുന്നത്? എവിടെ നിന്നാണ് 39,000-ലേക്ക് എത്തിയത് എന്ന് ആലോചിച്ച് നോക്കുക. UPA ഗവൺമെൻറ് ചുമതല ഒഴിയുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് നിന്നിരുന്നതെന്നും കൂടി വിലയിരുത്തുക. രണ്ടാമത്തേത് നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ കണക്കാണ്. $300 ബില്യൺ ഒരു കാലത്തും ഇന്ത്യക്ക് കടന്നു പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് $420 ബില്യൺ ആയിട്ട് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം വർദ്ധിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ്റെ വിദേശ നാണ്യ ശേഖരം 12 ബില്യണോ മറ്റാണ്. അപ്പോഴാണ് നമ്മൾ 420 നിൽക്കുന്നത്. എത്രത്തോളം ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ 5 വർഷത്തിൽ എന്നുള്ളതിന് സൂചനയാണത്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനൊപ്പം തന്നെ, ശ്രീ KVS, താങ്കൾ ഈ വളർച്ചയുടെ ഈ കണക്കുകളെല്ലാം പറയുമ്പോൾ പോലും വളർച്ചാ നിരക്ക് 6.6%
8.2% നിന്ന് 2015-16 8.2% നിന്ന് 6.6 കുറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ 5 വർഷ കാലയളവിൽ 36,450 ഏത് വർഷത്തിലാണ് ഏത് വർഷം 2014 എത്രയായിരുന്നു? ഞാൻ പറയട്ടെ 2014 മുതൽ 17 വരെയുള്ള കാലയളവിൽ 36,450 കർഷകർ രാജ്യത്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 100ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. താങ്കൾ ഒരു വശത്ത് ഈ വളർച്ചയുടെ സാമ്പത്തിക പുരോഗതിയുടെ കണക്കുകൾ പറയുമ്പോൾ പോലും ഇത്തരം യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. അല്ല, ഈ നമ്മുടെ രാജ്യത്ത് ആത്മഹത്യയുടെ കണക്കെടുത്താൽ കേരളത്തിൽ പോലും നടന്നിട്ടില്ലേ ആത്മഹത്യകൾ? മനോജിനറിയാലോ, കേരളത്തിൽ പോലും കാർഷിക ആത്മഹത്യകൾ നടന്നിട്ടില്ലേ? കാരണങ്ങൾ പലതും ഉണ്ടാവും. അതിനൊക്കെ തന്നെ ഓരോ ഇഷ്യൂവിനെയും നമ്മൾ വിശദമായിട്ട് പരിശോധിക്കേണ്ടതായിട്ട് വരും. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചു എന്നൊന്നും അതിനർത്ഥമില്ല. കാരണം 5 കൊല്ലം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളതെന്നൊന്നും എനിക്കും തോന്നണില്ല. കാരണം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ, ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് തുടരും എന്ന് തന്നെയാണ് ഇത്തവണയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം കൂടിയുണ്ട്. ഒരു കർഷകന് പലിശയില്ലാതെ 1 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് പോലും BJP ഇത്തവണ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് തിരിച്ചടച്ചാൽ 1 നയ പൈസ പലിശ കൊടുക്കണ്ട എന്നതാണ് പറയുന്നത്. അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശ്രീ പി എം മനോജ്, ഈ വാഗ്ദാനം രാജ്യത്തെ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക്, രാജ്യത്തെ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഈ ഒരൊറ്റ വാഗ്ദാനം, കാർഷിക മേഖലയിൽ BJPയുടെ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്ന ഈ വാഗ്ദാനം നടപ്പായാൽ തന്നെ അതുകൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണോ രാജ്യത്തെ കർഷകർ നേരിടുന്നത്? മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം 2014 മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ കാർഷിക മേഖലയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുണ്ടോ? കർഷകർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട കർഷകർ പിന്നെ മുംബൈയിലേക്ക് ലോങ് മാർച്ച് നടത്തേണ്ടി വരുമായിരുന്നില്ല, രാജസ്ഥാനിൽ സമരം നടത്തേണ്ടി വരുമായിരുന്നില്ല. അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർഷക മുന്നേറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, കർഷക സമരങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ആ സമരത്തോടൊന്നും ഇവർ പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടില്ല. ആ സമരത്തിൽ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശ്രമവും നടത്തിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഞങ്ങളിതാ കർഷകരുടെ വരുമാനം 1 വർഷം കൊണ്ട് ഇരട്ടിയാക്കുമെന്ന്. അതിന്ന് കണക്ക് വന്നു കഴിഞ്ഞു. ഈ പറയുന്ന രീതിയിൽ നടപ്പാകുകയാണെങ്കിൽ 26 കൊല്ലം വേണം വരുമാനം ഇരട്ടിയാവാൻ. ഇതേ കർഷകരാണ് കാർഷിക തകർച്ച കൊണ്ട് കാർഷികോൽപ്പന്നങ്ങൾ കൊണ്ടുപോയി ദേശീയപാതയ്ക്കരികിലും വനാന്തരങ്ങളിലും തള്ളിയത്. അവരാണ് ആത്മഹത്യ ചെയ്തത്. അവരാണ് കൃഷിഭൂമി വിട്ടെറിഞ്ഞ് നഗരങ്ങളിലേക്ക് കുടിയേറിയത്. ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ BJPക്ക് ഈ കർഷകരോട് സ്നേഹം ഉണ്ടായിരുന്നില്ല, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ 5 വർഷം 2014 നരേന്ദ്രമോദിയും BJPയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത, അന്ന് കോൺഗ്രസിൻ്റെ നാറിയ ഗവൺമെൻറ്റായിരുന്നു. സകല അഴിമതി. ഈ അഴിമതിക്കെതിരായിട്ടുള്ള സമരനായകർ എന്ന നിലയിലാണ് BJP വന്നത്. അപ്പോൾ ജനങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ 33% മാത്രം വോട്ട് കിട്ടിയെങ്കിലും BJP NDA അധികാരത്തിൽ വന്നു. ഇപ്പോൾ 5 വർഷം ഭരണം പൂർത്തിയാക്കിയ ഗവൺമെൻറ്റാണ്. ആ ഭരണം പൂർത്തിയാക്കിയ ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷം മുമ്പ് പറഞ്ഞതുപോലെ 2014 പറഞ്ഞതുപോലെ കള്ളപ്പണം ലോകത്തു നിന്ന് ആകെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം ഇട്ട് കൊടുക്കുമെന്നും അതുപോലെ 2 കോടി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും എന്നൊക്കെയുള്ള എന്ത് വാഗ്ദാനം പറയാമായിരുന്നു. ഇപ്പോഴേ പറയേണ്ടത് 5 വർഷം കൊണ്ട് എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യാൻ പോകുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയം, നമ്മളെയൊക്കെ ബാധിച്ച വിഷയമായിരുന്നല്ലോ നോട്ട് നിരോധനം. ആ നോട്ട് നിരോധന കാലത്ത് നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞത് കള്ളപ്പണം, കള്ളനോട്ട്, ഭീകരത, ഈ 3-നെതിരായിട്ടുള്ള യുദ്ധമാണെന്നാണ്. അവസാനം ഈ 99 നിരോധിക്കപ്പെട്ട നോട്ടുകളിൽ 99% തിരിച്ചെത്തി. എന്താ അതിനർത്ഥം? ഒരു സ്ക്രൂട്ടിനി വേണ്ടേ? എന്താണ് നോട്ട് നിരോധനം കൊണ്ടുണ്ടായത് എന്ന് ജനങ്ങളോട് പറയണ്ടേ? ഈ 99% നോട്ടും തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ രാജ്യത്ത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കള്ളപ്പണവും കള്ളനോട്ടും റെഗുലറൈസ് ചെയ്തെന്നാണോ അതിൻ്റെ അർത്ഥം? അതല്ലേ പറയേണ്ടത്? അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഗവൺമെൻറ് നോക്കുക. 1000 ദിവസം കഴിഞ്ഞു. 1000 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് വെച്ച പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കി, ഇനി എന്തൊക്കെ നടപ്പാക്കാനുണ്ടെന്നുള്ള കൃത്യമായ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ആ ഗവൺമെന്റ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ശരി മനോജ്, ഞാൻ തിരിച്ചെത്താം. ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ,
കഴിഞ്ഞ 2014 നരേന്ദ്രമോദി സർക്കാർ BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ പ്രധാനമായും വികസനത്തിനായിരുന്നു ഊന്നൽ നൽകിയിരുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ്, നല്ല നാളുകൾ വരാനിരിക്കുന്നു തുടങ്ങിയ ജനാകർഷകമായ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചു. അഴിമതിക്കെതിരെ വലിയ കുരിശുയുദ്ധം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ഇങ്ങനെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 2 കോടി തൊഴിലവസരം വർഷത്തിലുണ്ടാകുമെന്ന് പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞു. ഇത്തരം വാഗ്ദാനങ്ങളായിരുന്നു. നേരെ മറിച്ച് 2019 വരുമ്പോൾ രാമക്ഷേത്രം, മേഘസിവിൽ കോഡ്, 370 വകുപ്പ് തുടങ്ങിയ പറഞ്ഞു പഴകിയ വാഗ്ദാനങ്ങൾ, വൈകാരിക വിഷയങ്ങൾ മുന്നോട്ട് വെച്ചാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണപരാജയത്തിൻ്റെ കുറ്റസമ്മതമായി വേണമോ ഈ മാനിഫെസ്റ്റോയെ കാണാൻ? അഷറേ, അതിനുള്ള മറുപടി ഞാൻ പറയുന്നതിനേക്കാൾ മുമ്പേ BJPയുടെ മുൻ ദേശീയ അധ്യക്ഷൻ, ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഗഡ്കരി പറഞ്ഞിട്ടുണ്ട്. 2014 നടന്ന പ്രകടന പത്രികയുടെ കാര്യങ്ങൾ ഇപ്പോൾ അഷ്റഫ് പറഞ്ഞ പോലെ ഒന്നും നടന്നിട്ടില്ലല്ലോ എന്ന് ഇന്ത്യയിലെ പത്രക്കാരെല്ലാം ചോദിച്ചപ്പോൾ, പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ പറ്റത്തില്ല, പ്രധാനമന്ത്രി പത്രക്കാരുടെ മുമ്പിൽ ചെല്ലില്ലല്ലോ, ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പലതും പറയും, അതൊക്കെ ഒരു തമാശയല്ലേ എന്ന് ചോദിച്ചു. മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ നടത്തിയത് കേരളത്തിൻ്റെ BJP അധ്യക്ഷൻ ശ്രീധരൻപിള്ളയാണ്. പുസ്തകങ്ങൾ വളരെ എഴുതിയിട്ടുള്ള ഒരാളാണ്. വളരെ സൗമ്യനായ ശ്രീധരൻപിള്ള പറഞ്ഞ മറുപടിയും തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന ഒരു തമാശയാണ്. ഇതൊക്കെ നിങ്ങൾ കാര്യമാക്കി എടുക്കാമോ എന്നാണ് ചോദിച്ചത്. പൊള്ളയായ വാഗ്ദാനങ്ങൾ അത് വീണ്ടും ആവർത്തിക്കുന്നു. ഇങ്ങനെ ഒരു എഞ്ചുപടി വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. അതിനുള്ള അധികാരം നരേന്ദ്രമോദിക്കുണ്ടോ? നരേന്ദ്രമോദിക്കുണ്ടെങ്കിൽ, BJPക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ 5 കാര്യങ്ങളിൽ എവിടെയുണ്ട്? ഞാൻ ആ 5 കാര്യങ്ങളിൽ വിദേശ പണം കൊണ്ടുവന്ന് അക്കൗണ്ടിലിടുന്നൊന്നും വേണ്ട, വിദേശ പണം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? 2 കോടി തൊഴിലവസരങ്ങളെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ലല്ലോ, തൊഴിലിനെപ്പറ്റി ഒരു അക്ഷരം പറയുന്നില്ല. 45 വർഷക്കാലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുടെ റേറ്റ് കൂടിയത് ഇപ്പോഴാണ് എന്ന് സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ ശ്രീ മോഹനൻ പറഞ്ഞു. അത് പ്രസിദ്ധീകരിക്കാത്തതിൻ്റെ പിന്നിൽ അദ്ദേഹം രാജിവെച്ചു. 6.7% തൊഴിലില്ലായ്മ വർദ്ധിച്ചിരിക്കുന്നു 1972 ശേഷം. ഇന്നെന്താ ഈ പ്രകടന പത്രികയിൽ തൊഴിലില്ലായ്മയെപ്പറ്റി ഒരു അക്ഷരം പോലും പറയുന്നില്ല. അത്ര രൂക്ഷമാണ്, പറയാൻ പറ്റില്ല. അപ്പോൾ സാമ്പത്തിക വളർച്ചയെപ്പറ്റി എൻ്റെ സ്നേഹിതൻ ശ്രീ ഹരിദാസ് പറഞ്ഞു പോയല്ലോ. സാമ്പത്തിക വളർച്ച ഞാൻ വെല്ലുവിളിക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് 2 അക്കം കടന്നു 2010. നിങ്ങൾക്ക് തിരുത്താമോ? 2010 8.7% ആയി. ശരാശരി 7.4 ഇപ്പോൾ നിങ്ങളതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം കുറച്ചിട്ടും ഇപ്പോൾ നേരത്തെ അഷ്റഫ് പറഞ്ഞ 6.2 വളർച്ച. ഈ വളർച്ചാ നിരക്ക് ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ നട്ടലൊടിച്ച വളർച്ച നിരക്കല്ലേ? അത് നോട്ട് നിരോധനം, GSTയുടെ വരുമാനം, വികലമായ റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വികലമായി ഇടപെട്ടതിൻ്റെ പേരിൽ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും വരുതിയിൽ നിർത്താനുള്ള വ്യഗ്രതയിൽ ഇതെല്ലാം തകർന്നു പോയില്ലേ? പ്രകടന പത്രിക ആര് കണ്ടു? ഇത് കോൺഗ്രസിൻ്റെ പഠന പത്രികയിൽ ഞങ്ങൾ പറയുന്നു, നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അതിന് പ്രീസിഡൻ്റുണ്ട്. 1ാം UPA സർക്കാരിൻ്റെ കാലത്തും 2ാം UPA സർക്കാരിൻ്റെ കാലത്തും അന്ന് എല്ലാവരും ചോദിച്ചു, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ എവിടെയാണ് പൈസ എന്ന് ചോദിച്ചു. ഏറ്റവും കൂടുതൽ ചോദ്യം വന്നതാണ്. അന്നത്തെ ധനകാര്യമന്ത്രി പറഞ്ഞു, കാർഷിക കടങ്ങൾ 76,000 കോടിയുടെ കാർഷിക കടങ്ങൾ 1ാം UPA സർക്കാർ എഴുതി തള്ളി. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം വന്നല്ലോ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ഇതെവിടെ ചെയ്യാൻ പറ്റി? എവിടെ പണമുണ്ട്? എല്ലാവരും ചോദിച്ചതാണ്. ഏറ്റവും ലോകത്തിന് മാതൃകയായ ഒരു വരുമാനവും പോലും ഇല്ലാത്ത 10,000-കണക്കിന് ആൾക്കാർക്ക് റേഷനരി വാങ്ങിക്കാനുള്ള പണം കൊടുത്ത തൊഴിലുറപ്പ് പദ്ധതിയാണ്. അത് തകർത്തത് നിങ്ങളും കേരളത്തിലെ ഗവൺമെൻറ്റും കൂടാണ്. ഇപ്പോൾ മനോജ് പറഞ്ഞൊരു കാര്യമുണ്ട്, 1000 വർഷം പിന്നിട്ടപ്പോൾ പ്രകടന പത്രികയെ പറഞ്ഞു. മനോജ്, ഞാനൊരു കാര്യം നിസ്സാരമായി ചോദിക്കട്ടെ. ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ 1916 നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു നിത്യോപയോഗ സാധനങ്ങൾക്കും ഒരെണ്ണത്തിനും വില കൂട്ടത്തില്ല, ഞങ്ങൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. ഈ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ സേവന നികുതി 5% വർദ്ധിപ്പിച്ചത് നിങ്ങളാണ്. ആശുപത്രിയിൽ കാറെടുക്കാൻ പോകുന്ന പാവങ്ങൾ 5% വർദ്ധിപ്പിക്കണം. സമസ്ത മേഖലകളിലും വിലക്കയറ്റം. ഇന്നലെ വന്നിരിക്കുന്നു
കറണ്ട് ചാർജ് ഞങ്ങൾ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ശരി. അപ്പം പ്രകടന പത്രികയ്ക്ക് ഇടതുപക്ഷ മുന്നണിയായാലും BJP ആയാലും കടലാസിന്റെ വില പോലും കൊടുക്കുന്നില്ല. ഞങ്ങൾ ന്യായം എന്ന് പറയുന്ന പദ്ധതി ഇട്ടല്ലോ, നേരത്തെ പറഞ്ഞു. ടോട്ടൽ GDP ഞാൻ തിരിച്ചു വരാം, അതിലേക്ക് വിശദമായിട്ട് വരാം. ശ്രീ KVS സൈദാസ്, സ്പെസിഫിക് ആയിട്ട് ഒരു ചോദ്യം. 2014 നിങ്ങൾ പറഞ്ഞത് പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു. 5 വർഷം പിന്നിട്ടു. 45 വർഷത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് നീങ്ങുന്നുവെന്ന് കണക്കുകൾ പറയുന്നു. ഈ പ്രകടന പത്രികയിൽ അതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. ഞാൻ നേരത്തെ ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം യുവാക്കളുടെ തൊഴിലില്ലായ്മ, അതിനെ അഡ്രസ്സ് ചെയ്യാൻ BJP മടിക്കുന്നത്? അഷ്റഫേ, ഇതിൽ ചോദിച്ചത് നന്നായി, വിശദീകരിക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇപ്പോൾ ചൂരനാട് പറഞ്ഞു, ഒരു തൊഴിലില്ലായ്മ സംബന്ധിച്ച ഒരു പഠനവും റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ടായിരുന്നു, അത് പ്രസിദ്ധീകരിക്കാൻ അനുവദിച്ചില്ല എന്ന്. ഇത് ആര് പറഞ്ഞിട്ടാണ് അവർ തയ്യാറാക്കിയത്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ജോലി ചെയ്യുന്നവർ, അവർക്ക് സൗകര്യം പോലെ റിപ്പോർട്ടുണ്ടെന്ന് തയ്യാറാക്കിയിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ട് ജോലി രാജിവെച്ച് പോയി കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടാവില്ല. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൃത്യമായ കണക്കുകളുണ്ട്. നമ്മളൊരു കാര്യം തൊഴിലില്ലായ്മ സംബന്ധിച്ച കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാ. ഇത്രയും കാലമായിട്ട് ഒരു രാജ്യത്ത് ആർക്ക് തൊഴിൽ കൊടുത്തു, എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് പറയാൻ ഒരു കണക്കും ഒരു സർക്കാരിൻ്റെ ഒരു പക്കാലും ഉണ്ടായിരുന്നില്ല. അതിനൊരു സംവിധാനം ഉണ്ടായത് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. അല്ലല്ലോ ശ്രീ KVS സൈദാസ്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിക്കുന്നതാണല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, പൂർത്തിയാക്കട്ടെ. ഞാൻ ചോദിച്ചത്, ഗവൺമെൻറ് നിശ്ചയിക്കാത്ത ഒരു കണക്ക് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയിട്ട് പുറത്തു വിടുന്നത് ഒരു സമ്പ്രദായമൊന്നുമല്ല, സർക്കാർ വകുപ്പാണ്. ഒരു സർക്കാർ വകുപ്പിൽ അവർ സൗകര്യം പോലെയാണോ, അവിടുത്തെ 5-6 ഉദ്യോഗസ്ഥന്മാരാണോ തീരുമാനിക്കണേ ഈ ഒരു രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ കണക്കിന്നതാണെന്ന്? അതിനൊരു സംവിധാനമില്ലേ? ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് അതല്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് മുദ്രാ വായ്പാ പദ്ധതി കൊണ്ടുവന്നു. തൊഴിലുള്ളവർക്കും തൊഴിലില്ലാത്തവർക്കും ഇത്ര ലക്ഷം ഉറപ്പിക വേറെ ഈടില്ലാതെ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. 15 കോടി പേർക്കാണ് ആ വായ്പ കൊടുത്തത് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത്. ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളിൽ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കൊടുത്തിട്ടുള്ള വായ്പയുടെ കണക്കാണിത്. 15 കോടി പേർക്ക് തൊഴിലില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? വേറൊന്ന്, ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രത്യേകത, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഈ കാലഘട്ടത്തിൽ പുതുതായിട്ട് എത്ര പേര് രജിസ്റ്റർ ചെയ്തു? നമുക്കറിയാം, 20 പേരുണ്ടെങ്കിൽ EPF-ൽ അംഗത്വം എടുക്കേണ്ട കാര്യമുള്ളൂ സ്ഥാപനങ്ങൾക്ക്. അവിടെ തൊഴിലാളി മാത്രം അപേക്ഷിച്ചാൽ പറ്റില്ല, മുതലാളിയും കൂടി കൂട്ടു നിൽക്കണം അതിന്. അപ്പോൾ തൊഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളും കൂടി കൊടുക്കുന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് EPF-ൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ശരി. 2018 മാത്രം എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തത് 60 ലക്ഷം പേരാണ്. 2018 മാത്രം. പഴയ കണക്കുകൾ കൂടി എടുക്കുക. പറയാൻ കാരണം, തിരിച്ചു വരാം. ശ്രീ PM മനോജ്, ഈ 2 കണക്കുകളാണ്. ഒന്ന് EPF-ൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ എണ്ണം, രണ്ടാമത്തത് നേരത്തെ KVS സൈദാസ് തന്നെ സൂചിപ്പിച്ചതുപോലെ മുദ്രാ വായ്പ. ഞാൻ തിരിച്ചു വരാം. മുദ്രാ വായ്പ. ഇത് രണ്ടും വെച്ചിട്ടാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ ഇല്ല, അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ഉണ്ടായി എന്ന് BJP വാദിക്കുന്നത്. അല്ല, നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്ക് മാത്രമല്ല, സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി എന്ന സ്ഥാപനം നടത്തിയൊരു സർവേ ഉണ്ട്. അതിൽ തൊഴിലില്ലായ്മ നിരക്ക് 7.2% വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത്, രാജ്യത്തെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഓരോ വർഷവും എഞ്ചിനീയറിംഗ് ബിരുദം എടുത്ത് പുറത്തിറങ്ങുന്ന ആളുകളിൽ 10 ലക്ഷം പേരിൽ 9 ലക്ഷത്തിനും, അതായത് 60% തൊഴിൽ ലഭിക്കുന്നില്ല എന്നാണ്. ഇതൊക്കെ രാജ്യത്തിലെ കണക്ക്. ഇനി അതും പോട്ടെ, കേന്ദ്ര ഗവൺമെൻറ് തന്നെ 2015-16 വർഷം നടത്തിയ 5ാമത് വാർഷിക സർവേ ലേബർ ബ്യൂറോ വ്യക്തമാക്കുന്നൊരു കണക്കുണ്ട്. അത് രാജ്യത്തെ ഗ്രാജുവേറ്റുകൾ 58%, പോസ്റ്റ് ഗ്രാജുവേറ്റിൽ 62% തൊഴിൽ രഹിതരാണെന്നാണ്. ഈ കണക്ക് നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്ക് പോട്ടെ, അത് ശ്രീ സൂര്യനാടിനെ ഖണ്ഡിച്ചു. ശരി, അതൊരു തർക്ക വിഷയമായിട്ട് അങ്ങോട്ട് നിൽക്കാം. നമുക്കെല്ലാം അറിയാം എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വരാത്തതെന്നും ആരാണ് പിടിച്ചു നിർത്തിയതെന്നും. സർക്കാർ ഉദ്യോഗസ്ഥർ ശരിയാണ്, ഏത് ഉദ്യോഗസ്ഥരാണ് തയ്യാറാക്കുന്നതല്ലോ.
ഈ നാട്ടിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള സർവേ റിപ്പോർട്ടാണല്ലോ സാമ്പിൾ സർവേയിൽ വരുന്നത്. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും അല്ലെങ്കിൽ പുറത്തിറക്കാതിരിക്കുകയും അതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥർ രാജിവെക്കുകയും ചെയ്യേണ്ടി വരുന്നത് ഈ മറ്റൊരു കാര്യമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒക്കെ ആക്രമിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥാപനത്തെ ആക്രമിച്ചു എന്ന് കൂട്ടിയാൽ മതി. പക്ഷേ മറ്റൊരുപാട് കണക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ കണക്കൊക്കെ വസ്തുതാപരമായി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ 5ാം വർഷം പുറത്തിറക്കുന്ന പ്രകടന പത്രികയിൽ തൊഴിൽ രഹിതരെക്കുറിച്ചോ തൊഴിലില്ലായ്മയെക്കുറിച്ചോ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവർ ഈ 5 കൊല്ലം കൊണ്ടാടിയ മെയ്ക്ക് ഇൻ ഇന്ത്യ മെയ്ഡ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ കാര്യങ്ങളുടെയൊക്കെ പുരോഗതി എന്താണ്, അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ഇവർക്ക് പറയാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ കണക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ അവിടെ നിൽക്കട്ടെ. പിന്നെ മുദ്രാ ലോണ് ഇവിടെ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം. എന്തായാലും 5 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു ബജറ്റ് ഉള്ള രാജ്യം, ഇതുപോലെ നിരവധി പദ്ധതികളുള്ള രാജ്യം, കുറച്ച് ആളുകൾക്ക് ഒരു മുദ്രാ ലോണ് കൊടുത്തു എന്ന് പറയാനെങ്കിലും കഴിയുന്നില്ലെങ്കിൽ ഈ 5 വർഷമല്ല 5 ദിവസം അവിടെ നിൽക്കാനുള്ള യോഗ്യതയുണ്ട് ഇവർക്ക്. 5 വർഷം ഇവർ ഭരിച്ചല്ലോ. ഈ ഭരണത്തിനിടയിൽ എന്തു തന്നെയായാലും ചില കാര്യങ്ങൾ ഇവർക്ക് ചെയ്യേണ്ടി വരും. ആ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മുടെ ചോദ്യം. ഇവർ 5 വർഷം മുമ്പ് എന്തു പറഞ്ഞു, ആ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം നടപ്പാക്കി എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് നോട്ട് നിരോധത്തെക്കുറിച്ച് പറയാത്തത്, GST എന്താണ് GST കൊണ്ടുണ്ടായ നേട്ടം എന്ന് പറയാത്തത്. അത് രണ്ടും പറഞ്ഞിട്ടില്ല. ആ വിഷയങ്ങളിലേക്ക് വരാം. ശ്രീ PM മനോജ്. ബെൻസ്റ്റൺ ജോൺ, മറ്റൊരു പ്രധാന മേഖല വിദ്യാഭ്യാസമാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു GDP-യുടെ 6% വിദ്യാഭ്യാസ മേഖലയ്ക്കായി മാറ്റിവെക്കുമെന്ന്. BJP-യുടെ പ്രകടന പത്രികയിൽ വിദ്യാഭ്യാസ മേഖലയിലെ ചില പരിഷ്കാര നടപടികളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഒന്നിലും കാണുന്നില്ല. ഒരു അവ്യക്തത ആ മേഖലയിലുമുണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അവ്യക്തത തീർച്ചയായും ഉണ്ട്. കൂടുതൽ അവ്യക്തത പ്രകടമാവുന്നത് 2014 BJP മാനിഫെസ്റ്റോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെയാണ്. കാരണം 2014 BJP മാനിഫെസ്റ്റോയിലെ ഒരു വലിയ ഐറ്റമായിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അത് ചില സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള കൺസൾട്ടേഷൻസ് തുടങ്ങി എന്നുള്ളതല്ലാതെ അതിനൊരു വ്യക്തമായ രൂപം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. UGCയുടെ ഒരു കംപ്ലീറ്റ് ഓവർഹോൾ, അങ്ങനത്തെ റെഗുലേറ്ററി സിസ്റ്റംസിനെ എല്ലാം മാറ്റിമറിക്കുക എന്ന് പറഞ്ഞ് അതിനുശേഷം ഹയർ എഡ്യൂക്കേഷൻ ലോൺസ് അങ്ങനെ പല സിസ്റ്റങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ തന്നെ പ്രത്യേകിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ 2014 ഒരുപക്ഷെ നമ്മൾ അതിനോട് പൂർണ്ണമായി ഇല്ലായിരുന്നു എങ്കിൽ പോലും ഒരു റോഡ് മാപ്പ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് BJP മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. 2 ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ, അവർ നേരിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ടീച്ചേഴ്സിൻ്റെ ഇടയിലായാലും വിദ്യാർത്ഥികളുടെ ഇടയിലായാലും. ഈ ഒരു ഒപ്പോസിഷൻ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് പോലും ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളുമാണ് ആദ്യമായിട്ടെങ്കിലും ഈ ഗവൺമെൻറ്റിനെതിരെ ഒരുമിച്ച് നിന്ന് ഒരു നാഷണൽ അതിൽ നിന്നാണ് ബാക്കിയുള്ള കോൺഗ്രസിനും ഒക്കെ ഒരു റിവൈവലിനുള്ള ചാൻസ് എങ്കിലും ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട് ഈ വർഷങ്ങളിൽ. അതിലും ഉപരിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രശ്നങ്ങൾക്ക് പോലും ഒരു സൊല്യൂഷൻ വ്യക്തമാക്കി കൊടുക്കുവാൻ ഈ ബജറ്റിന് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ബജറ്റിൽ ശ്രദ്ധിക്കാതെ പോയ, കോൺഗ്രസിൻ്റെ ഈ ഒരു മാനിഫെസ്റ്റോയിൽ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമെന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ 12ാം ക്ലാസ് വരെ നീട്ടുമെന്നുള്ള ഒരു ശ്രദ്ധേയമായ ഒരു പോളിസി പ്രപ്പോസൽ കൂടെ കോൺഗ്രസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ എഡ്യൂക്കേഷൻ മേഖലയിൽ തീർച്ചയായും കോൺഗ്രസ് കുറച്ചുകൂടെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ മാനിഫെസ്റ്റോയിൽ കാണിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ EPF-യുടെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ലേബർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത് EPFO കണക്കുകളാണ്. അത് നീതി ആയോഗിൻ്റെ ചെയർ മുതൽ താഴോട്ട് നമ്മൾ കാണുന്ന ഒരു ഡിഫൻസാണ് EPF-യുടെ. നമ്മളെല്ലാം തന്നെ ഇതിനെ എതിർക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസൺ കൊണ്ടാണ്. ഇപ്പോൾ KVS സാർ പറഞ്ഞതിനകത്ത് തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. 20 പേരുള്ളപ്പോഴാണ് ഒരു ഫേം EPFOയിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണ് KVS സാർ പറഞ്ഞത്. അത് തന്നെയാണ് ശരി. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? 18 പേർ അല്ലെങ്കിൽ 15 പേരുള്ളൊരു ഫേം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അവർ 18 ഉണ്ടായിരുന്ന ഒരു ഫേം 2 പേർക്ക് ജോലി കൊടുത്തു, 20ആയി. അപ്പോൾ ഈ ഫേം EPFOയിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ EPFOയിൽ കാണുന്ന ജമ്പ് അപ്പ് എന്താണ്? 20. ശരിക്കും അവിടെ ഉണ്ടായ തൊഴിൽ എത്രയാണ്? 2. അതുകൊണ്ടാണ് EPFO എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടി
വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡേറ്റ സോഴ്സേ ആയിരുന്നില്ല ഇന്ത്യയിൽ. 1. 2, NSSOന്റെ സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റും അപ്രൂവ് ചെയ്തിട്ടല്ല NSSOന്റെ റിപ്പോർട്ട് ഇന്നേ വരെ സ്വതന്ത്ര ഇന്ത്യയിൽ NSSO എക്സസൈസ് തുടങ്ങി 72 മുതൽ തുടങ്ങിയപ്പോൾ ഒരു ക്യാബിനറ്റും അപ്രൂവ് ചെയ്തതിന് ശേഷമല്ല ഈ റിപ്പോർട്ടുകൾ വെച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് അങ്ങനല്ല എങ്കിൽ തിരുത്തപ്പെടുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ NSSOയിൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളവരും ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് അടക്കം പറഞ്ഞിട്ടുള്ളത് ക്യാബിനറ്റ് സ്റ്റേസ് ഔട്ട് ഓഫ് ഇറ്റ്. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ മുന്നിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. ഇതിലൊരു ക്യാബിനറ്റ് തീരുമാനിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പുറത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഡെമോക്രസിയിൽ, ഇത്രയും വലിയൊരു ഡെമോക്രസിയിൽ നമ്മളെല്ലാം ഡിപ്പെൻഡൻ്റ് ആണ് ഡേറ്റ. ഈ ഡേറ്റ കറപ്റ്റ് ആവുകയും അത്തരത്തിലുള്ളൊരു സിസ്റ്റത്തിൻ്റെ വിശ്വാസ്യത പോവുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു ഡെമോക്രസിക്ക് പിന്നെ സർവൈവ് ചെയ്യാൻ തന്നെ സാധിക്കത്തില്ല. ഗവൺമെന്റ് ഇഷ്ടമുള്ള നമ്പേഴ്സ് മാത്രം മുന്നോട്ട് വെക്കുന്നു. പിന്നെ നമ്മളൊക്കെ ഇതിനെ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ള ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പ്രധാനമായും ന്യായ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സാമൂഹ്യ സുരക്ഷാ മേഖലയിലും ക്ഷേമ പദ്ധതികൾക്കും കൂടുതൽ മുൻഗണന നൽകുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ നേരത്തെ ബെൻസ്റ്റൺ ജോൺ സൂചിപ്പിച്ചതുപോലെ BJP അത്തരം കാര്യങ്ങളിൽ നിന്നും മാറി വൈകാരികമായ ചില വിഷയങ്ങൾ തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. 2014 അപേക്ഷിച്ച് നോക്കിയാൽ പോലും കൂടുതൽ വൈകാരികമായ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ്. രാജ്യസുരക്ഷയാവട്ടെ, രാമക്ഷേത്ര നിർമ്മാണമാവട്ടെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവട്ടെ, ഇതൊക്കെ തന്നെ മുന്നോട്ട് വെച്ച് രാജ്യത്തെ ജനങ്ങളുടെ മനസ്സെന്താണ് എന്ന് കോൺഗ്രസിനേക്കാൾ അറിയാവുന്നത് BJPക്കാണ് ഈ ഘട്ടത്തിൽ എന്നുള്ള നേരത്തെ ബെൻസൺ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു കൂട്ടിവായന കൂടി നടത്തിയാൽ BJP കരുതുന്നത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെക്കാൾ വൈകാരികമായ, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഹിന്ദുത്വ അജണ്ടയിലൂടെ മുന്നോട്ട് പോയാൽ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്നാണ്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമായി ഈ പ്രകടന പത്രികയെ താങ്കൾ കാണുന്നുണ്ടോ? ആ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിൻ്റെ കയ്യിൽ എന്താണുള്ളത്? നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കൂട്ടുകെട്ടിൽ അവർ നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകളെയാണ് പാഠമായി കണ്ടിട്ടുള്ളത്. നേരത്തെ 2 തെരഞ്ഞെടുപ്പ് നടന്നു. 2004 വാജ്പേയി 5 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഇന്ത്യ തിളങ്ങുന്നു, ലോകം മുഴുവനും വാർത്ത കൊടുത്തു, പത്രമതി കൊടുത്തു. ഇന്ത്യ തിളങ്ങുന്നു, ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ അവർ ഏറ്റെടുത്തു, നടത്തി. അതിൽ വാജ്പേയി പ്രധാനമന്ത്രിയെ തുടരുമോ, വേറൊരാൾ വരുമോ എന്ന് പോലും ചോദിച്ചില്ല. വാജ്പേയി തന്നെ വീണ്ടും തുടരും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾ വാജ്പേയിയുടെ ഭരണം അവസാനിപ്പിച്ചു. വാജ്പേയി നരേന്ദ്രമോദിയോട് കൂട്ട് കുഴപ്പക്കാരനല്ലായിരുന്നു, ജനാധിപത്യവാദിയായിരുന്നു. അത് വേറെ കാര്യം. ഇത് ജനാധിപത്യം ഇല്ലല്ലോ. അപ്പോൾ അവർ ഈ അടുത്ത കണക്ക് 1999 വളരെ എളുപ്പ വഴിയിൽ BJPക്ക് അധികാരത്തിൽ വരാൻ പറ്റി. ചെറിയൊരു സമയത്ത് അവർ അധികാരത്തിൽ കിട്ടി. ജയലളിതയുടെ സഹായം കൂടെ തേടി. കിട്ടിയപ്പോൾ കാർഗിൽ യുദ്ധം ഉണ്ടായി. യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല. യുദ്ധമുണ്ടായി, പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടായി, ദേശീയത ആളിക്കത്തിച്ചു. ഇപ്പോഴും അമിത്ഷാ കൂട്ടുകെട്ട് നോക്കുന്നത് അങ്ങനെ വിളങ്ങുന്നു എന്ന് പറഞ്ഞിട്ടും ജനകീയ പ്രശ്നമൊന്നും വേണ്ട, ഒരു യുദ്ധം ഉണ്ടാക്കുക, യുദ്ധത്തിൻ്റെ ഭീകരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ദേശീയത ആളിക്കത്തിക്കുന്ന ഭാഗം ഉണ്ടാക്കുക. അങ്ങനെയാണ് യുദ്ധമുണ്ടാക്കാൻ നോക്കിയല്ലോ. യുദ്ധമുണ്ടാക്കാൻ നോക്കിയപ്പോൾ ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളെപ്പറ്റി ഇപ്പോൾ ചർച്ചയ്ക്ക് പോകുന്നില്ല. ചർച്ചയ്ക്ക് പോയാൽ നീണ്ടുപോകും. പക്ഷേ എന്തായിരുന്നാലും ഒരു യുദ്ധമോ ഒരു ദേശീയതയോ ഉണ്ടാക്കി മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ പറ്റൂ എന്ന് ബുദ്ധിമാന്മാരെ അവർക്കറിയാം. കാരണം 5 വർഷക്കാലം പാഴായി കളഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം തകർത്തു. തൊഴിൽ മേഖല ഇനിയും വരാത്തവണ്ണം 1972 കൂപ്പുകുത്തി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അധികാരത്തിൽ വരാനുള്ള എളുപ്പവഴി, ഇന്ത്യയിലെ ഹൃദയഭൂമി ഛത്തീസ്ഗഡും മധ്യപ്രദേശും രാജസ്ഥാനിലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നരേന്ദ്രമോദി പൊട്ടുതൊട്ടു, ഇനി ഈ പരിപാടി നടക്കത്തില്ല. അവിടെ യുദ്ധം, പരസ്പരം ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും തമ്മിൽ അടിപ്പിച്ച് വോട്ട് ഭിന്നിപ്പിച്ച് ജയിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് വേണം? ദേശീയത ആളിക്കത്തളം. അതാണ് ഭരണഘടനയിലെ 2 വകുപ്പുകൾ അനുച്ഛേദം മാറ്റിയിട്ട് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പരിഗണന മാറ്റും എന്നവർ പറയുന്നത്. 1980 തൊട്ട് 90 തൊട്ട് പറയുന്ന രാമക്ഷേത്രമൊന്നും പണിയാനൊന്നും ഇവരെ കൊണ്ട് പറ്റില്ല. പണിയാനുള്ള ആഗ്രഹം അവർക്കില്ല. യുദ്ധം വരുമ്പോൾ മാത്രമാണ്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാമക്ഷേത്രം പുറത്തു കൊണ്ടുവരും. ഹിന്ദുക്കളെ എല്ലാം കൂടെ രാമക്ഷേത്രത്തിൻ്റെ പുറകെ കൊണ്ടുവരും. അപ്പോൾ ഇപ്പോഴും അവർ ഉദ്ദേശിക്കുന്നേ ഈ പാകിസ്ഥാനെ ശത്രുപാളയത്തിൽ എണ്ണിയിട്ട് ചെയ്യാം. ഞാൻ ചോദിച്ചോട്ടെ, ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ. ഈ 5 വർഷക്കാലത്തിനുള്ളിലല്ലേ നമ്മുടെ സൈനിക കേന്ദ്രങ്ങളുടെ ആക്രമണം ഇത്രയും കൂടിയത്? പുതിയ കണക്ക് ആഭ്യന്തര വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്.
2014 മുതൽ 2018 വരെയുള്ള കണക്കുകളിൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണി ഉണ്ടായ സമയം നമ്മുടെ ദേശീയ രംഗത്ത് ഏറ്റവും ശക്തമായ ആക്രമണം ഉണ്ടായത് 117%. ആ 117% ഭാഗമാണ് നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. ഉറിയിലും പത്താൻകോട്ടിലും ഒക്കെയുള്ള സൈനിക കേന്ദ്രങ്ങൾ. ഒരു വാക്കൂടെ, അതിൻ്റെ അവസാനമാണ് ഇപ്പോൾ പുൽവാമയിൽ നടന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നേതുവരെ പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമണം വരും, പക്ഷേ ഇന്നേതുവരെ നമ്മുടെ കാശ്മീരിലെ ചെറുപ്പക്കാർ ഇന്ത്യക്കെതിരായി വികാരമുണ്ടാക്കിയിട്ടില്ല. ഈ പുൽവാമ ആക്രമണം ആരാ ഉണ്ടാക്കിയത്? ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ആക്രമണമല്ല, ഇതിനകത്തുള്ളൊരു ചെറുപ്പക്കാരൻ ആക്രമണം തുടങ്ങിയതാണ്. ഇതാണ് രാജ്യസുരക്ഷയെക്കുറിച്ച് വലിയ വായിൽ പറയുമ്പോൾ പോലും കഴിഞ്ഞ 5 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ രാജ്യസുരക്ഷ സംബന്ധിച്ച വാഗ്ദാനങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ വാദങ്ങളെല്ലാം തന്നെ പൊളിയുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ലോക്സഭയിൽ സർക്കാർ തന്നെ നൽകിയ ഒരു കണക്കിൽ പറയുന്നത് 2014 കാശ്മീരിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 14 ആയിരുന്നു. 2015 അത് 39 16ലേക്ക് എത്തിയപ്പോൾ 82 2017 80 2018 92 സൈനികർ കശ്മീരിൽ കൊല്ലപ്പെട്ടു. ഇങ്ങനെയാണോ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത്? അല്ല അഷ്റഫെ ആ കണക്കുകളൊക്കെ ശരിയായിരിക്കാം, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള ആക്രമണങ്ങളുടെ വ്യാപ്തിയും ശക്തിയും ഒക്കെ കൂടിയിട്ടുണ്ട്. അത് പാകിസ്ഥാൻ്റെ പുതിയ തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയായിരിക്കാം. കാരണം നമുക്കറിയാം, അതിർത്തിക്ക് അപ്പുറത്ത് നടക്കുന്ന ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഒരു ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ട്, ഒരു സൈന്യത്തിൻ്റെ പിന്തുണയുണ്ട്. നമ്മളൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഉണ്ടായത്, ഡോക്ലാമിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടു. നമ്മളത് ഇഗ്നോർ ചെയ്തിട്ട് കാര്യമില്ല. ഡോക്ലാമിൽ ചൈനയുടെ ഭാഗത്ത് നിന്ന് അതിക്രമത്തിനുള്ള ശ്രമം ഉണ്ടായപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു. ചൈനീസ് പട്ടാളത്തിന് തിരികെ പോകേണ്ടി വന്നു. പക്ഷെ അന്ന് കുശൂർനാട് രാജശേഖരന്റെ നേതാവ് അർദ്ധരാത്രി ഒളിച്ചിട്ട് ചൈനീസ് എംബസി പോയി ചർച്ച നടത്തിയതാണ് നമ്മൾ കണ്ടത്. ശ്രീ KVS ഹരിദാസ്, KVS തന്നെ സംബന്ധിച്ചു കാശ്മീരിൽ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കണക്കിൽ താങ്കൾക്ക് വിയോജിപ്പില്ല. മാത്രമല്ല, അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള ഭീകരവാദവും അല്ലെങ്കിൽ ഭീകരപ്രവർത്തനവും രാജ്യത്തിനെതിരായ ആക്രമണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. ഇത് രണ്ടും KVS സമ്മതിച്ചാൽ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, പിന്നെ എവിടെയാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്ത രാജ്യസുരക്ഷ നടപ്പായതെന്ന്? ഞാൻ പൂർത്തിയാക്കട്ടെ. സുരക്ഷാ കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നുണ്ട്. ഈ സമയത്തും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇല്ല, അത് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സൈനികന്റെ തല വെട്ടിക്കൊണ്ടു പോയപ്പോൾ ഇവരിരുന്ന് നാമം ജപിക്കുകയല്ലേ ചെയ്തത്? ഇവിടെ മോഡി ഗവൺമെന്റ് അതല്ല ചെയ്തത്. ഇന്ത്യക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ശക്തമായിട്ട് തിരിച്ചടിക്കാൻ തയ്യാറായി. സർജിക്കൽ സ്ട്രൈക്കിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ നമ്മളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സൈനികന്റെ ആത്മവീര്യം ഉയർത്തി നിർത്താനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കോംപ്രമൈസും അതിലുണ്ടായിട്ടില്ല. ശ്രീ KVS ഹരിദാസ്, സൈന്യത്തിന്റെ ആത്മവീര്യം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആക്രമണങ്ങള് കണക്കുകൾ നേരെ തിരിച്ചാണല്ലോ. താങ്കൾ തന്നെ സമ്മതിച്ചതുപോലെ കണക്കുകൾ നേരെ തിരിച്ചാണല്ലോ. മരിച്ച സൈനികരുടെ എണ്ണം കൂടുന്നു, ആക്രമണങ്ങളുടെ എണ്ണം കൂടുന്നു. ഞാൻ സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ, അതിൽ അതിർത്തിയിലുള്ള സംഘർഷങ്ങൾ കൂടുന്നുണ്ട്. അത് നമ്മൾ നിയന്ത്രിക്കുന്നതല്ല, നമുക്ക് നേരെ ഒരു ശത്രു നടത്തുന്ന ആക്രമണങ്ങളാണ്. പക്ഷെ നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നു ശക്തമായിട്ട് തന്നെ. ഇങ്ങോട്ട് ഒരു കൈ നീട്ടിയാൽ അത് വെട്ടും എന്നുള്ള ഉറപ്പ് ഇന്നിപ്പോൾ നമ്മുടെ സൈന്യത്തിനുണ്ട്. അവർക്കുള്ള ധൈര്യമുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ധൈര്യം കൊടുത്തത് ഈ ഗവൺമെന്റ് ആണ്. ശ്രീ KVS പറയുന്നത് പോലെ രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരായ ശക്തമായ നടപടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും രാജ്യത്തിനെതിരായ ആക്രമണങ്ങൾ കൂടി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന രാജ്യസുരക്ഷയിൽ പോലും ആ സർക്കാരിന് വേണ്ട വിധം പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നില്ലേ താങ്കൾക്ക്? രാജ്യരക്ഷ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ രക്ഷയല്ല. ഇവിടെ കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് മോദിയുടെ സൈന്യമെന്ന്.
യഥാർത്ഥത്തിൽ സൈന്യത്തോടുള്ള രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും വിശ്വാസത്തെ, രാജ്യരക്ഷയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ച് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി അതിൻ്റെ നേട്ടം കൊയ്യാനുള്ള വ്യഗ്രത കൊണ്ടാണ് ഇത്രയും വികാരം വരുന്നത്, ഇതുപോലെ പറയാൻ കഴിയുന്നത്. എങ്ങനെയാണത് ഏതെങ്കിലും കക്ഷിയുടെ കാര്യമാവുക? അങ്ങനെ ആകുമ്പോൾ ഇവർ പറയുന്ന ദേശീയതയ്ക്ക് എന്താണ് അർത്ഥമുള്ളത്? ഇപ്പോൾ എനിക്കും ശ്രീ സൂര്യനാടിനും പിന്നെ അതുപോലെ അഷ്റഫിനും ഒക്കെ ഉള്ളതല്ലേ ഈ രാജ്യം. ഈ രാജ്യത്തിൻ്റെ സുരക്ഷ നരേന്ദ്രമോദിയുടെ സൈന്യത്തിൻ്റെ മാത്രം സൈന്യം നരേന്ദ്രമോദിയുടെ ആയി മാറുന്നുവെന്ന് ഇവരെങ്ങനെ പറയുന്നു? അതാണ് ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായി ഇവരുടെ തകരാറതാണ്. ഇവർ ശ്രീ സൂര്യനാട് പറഞ്ഞത് ശരിയാണ്, ദേശീയ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ ഇവർക്ക് ഭരണം നേടാനുള്ള കുറുക്ക് വഴിയായി മാറ്റാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ കണക്ക് നേരെ തിരിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭീകരാക്രമണം വർദ്ധിച്ചിട്ടുള്ളത്. അതാണ് 176% കണക്ക് പറഞ്ഞത്, പുൽവാമയുടെ കണക്ക് പറഞ്ഞത്. ഇതൊക്കെ ചെയ്യുമ്പോഴും എന്നിട്ട് ഇവർ പറയുന്നു രാജ്യരക്ഷയാണ് ഞങ്ങളുടെ പ്രധാന അജണ്ട എന്ന്. തെറ്റാണ്. ഭീകരതയ്ക്കെതിരാണ് അജണ്ട എന്ന് പറയുന്നു. തെറ്റാണ്. ഈ ഭീകരതയെ വളർത്തി ഭീകര ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ഇവരുടെ രാഷ്ട്രീയം അതിന് വെള്ളമൊഴിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. പിന്നെ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 48 കൊല്ലം മുമ്പ് പറഞ്ഞ ഗരീബി ഹഠാവോ ഇപ്പോൾ ന്യായ് എന്ന് പറയുന്ന കോൺഗ്രസും ഏതാണ്ട് അതേ പാതയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അവർക്കും ഈ കഴിഞ്ഞ അര നൂറ്റാണ്ടായിട്ട് രാജ്യത്തെ ഒരു ഇഞ്ച് ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതിന് ഉദാഹരണമാണ് ഇവിടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ സൂര്യനാട് പറഞ്ഞു ന്യായ് പുതിയ പദ്ധതി, രാഹുൽ ഗാന്ധിയും പറഞ്ഞു. ഇത് തന്നെയാണ് 48 കൊല്ലം മുമ്പ് ഗരീബി ഹഠാവോ എന്ന് ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞത്. അതിനർത്ഥം അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമാണ് കോൺഗ്രസിൻ്റെ നേതാവായത്, അല്ലെങ്കിൽ കോൺഗ്രസിന് പ്രതീക്ഷ അർപ്പിക്കാനുള്ള വിശ്വാസം അർപ്പിക്കാനുള്ള നേതാവ് ഈ രാഹുൽ മാത്രമാണോ എന്ന ചോദ്യത്തിന് ശ്രീ സൂര്യനാട് ഉത്തരം പറയണം. ഇത് രണ്ടുപേരും മാറി മാറി ഒരേ രാഷ്ട്രീയം കളിക്കുന്നതിന് ദുരന്തമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വിചാരിച്ചതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ലേ? അല്ലെങ്കിൽ ശ്രീ PM മനോജ് ചോദിച്ചതുപോലെ 60 വർഷം രാജ്യം ഭരിച്ചിട്ട് രാജ്യത്തിൻ്റെ ദാരിദ്ര്യം തുടച്ചു നിൽക്കാൻ കോൺഗ്രസിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ കുറ്റസമ്മതമാണ് ന്യായ് പദ്ധതി പ്രഖ്യാപനം എന്നുള്ള വ്യാഖ്യാനം ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമാകുമോ? അഷ്റഫേ, ഒരു 5 കാര്യം ഞാൻ വിളിച്ചു പറയാം. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാന്യങ്ങളുടെ ബഫർ സ്റ്റോക്ക് ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും വലിയ ബഫർ സ്റ്റോക്കുള്ള രാജ്യമായി ഇന്ത്യ മാറിയത് പുറത്തുനിന്നും കൊണ്ടുവന്നല്ല. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ സ്ഥിതി എന്താ? അന്ന് പകുതി ജനങ്ങൾക്ക് പട്ടിണി മരണമുണ്ടായ രാജ്യമാണ് ഇന്ത്യ. അവിടെ നിന്നാണ് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ കരുതൽ ശേഖരമുള്ള രാജ്യമായി മാറിയത്. ഇന്ദിരാഗാന്ധിക്ക് ശേഷമല്ല, ഇന്ദിരാഗാന്ധിക്ക് ശേഷം എത്രയോ നിയമങ്ങൾ വന്നു. ഭക്ഷ്യസുരക്ഷാ പദ്ധതി കൊണ്ടുവന്ന ആരാണ്? തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്ന ആരാണ്? നടപ്പാക്കിയതാരാണ്? പദ്ധതി കൊണ്ടുവന്നല്ല, നടപ്പാക്കിയതാരാണ്? കാർഷിക കടം ദേശീയ തലത്തിൽ എഴുതിത്തള്ളാം എന്ന് പറഞ്ഞതാരാണ്? എഴുതി തള്ളിയതാരാണ്? ഇപ്പോൾ ഏറ്റവും അവസാനം മധ്യപ്രദേശിൽ 36,000 കർഷകരുടെ ആത്മഹത്യ ചെയ്ത സ്ഥലത്താണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും തിരഞ്ഞെടുപ്പെടുന്നത്. ഞങ്ങളെ ജയിപ്പിച്ച 48 മണിക്കൂറിനകം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ 48 മണിക്കൂറിനുള്ളിൽ അവിടെ മുഴുവൻ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളി. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ടോട്ടൽ GDP റേറ്റിൻ്റെ 2.2% മാത്രം വരുന്ന ന്യായ് പദ്ധതി നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിയും. ഡോക്ടർ മൻമോഹൻ സിംഗിനും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിശാരദന്മാരും റിസർവ് ബാങ്കിൻ്റെ മുൻ ഗവർണർ അടക്കമുള്ളവരും കൂടെ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ്. കോൺഗ്രസിന് കിട്ടിയാൽ ആദ്യം നടപ്പാക്കാൻ പോകുന്നത് 72,000 രൂപ വീതം 5 കോടി കുടുംബങ്ങളിലേക്ക് എത്തിക്കും. നരേന്ദ്രമോദി പറഞ്ഞ പോലല്ല. അവസാനമായി ബെൻസൺ ജോൺ ഈ പറഞ്ഞതുപോലെ രാജ്യത്തെ 20% ജനങ്ങൾക്ക് 72,000 രൂപ പ്രതിവർഷം അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം ഒരുപക്ഷെ സാധാരണക്കാരായ ആളുകളെ വളരെ പെട്ടെന്ന് ആകർഷിക്കാൻ കഴിയുമെന്ന് കരുതുന്നൊരു വാഗ്ദാനം. അതിനെ മറികടക്കാൻ തീവ്ര ഹിന്ദുത്വം അല്ലെങ്കിൽ അതിതീവ്ര ദേശീയത വിഷയങ്ങൾ ഉയർത്തി BJP ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് BJPയുടെ ഇന്നത്തെ പ്രകടന പത്രിക എന്ന് കരുതാൻ കഴിയുമോ? അതായത് BJP വികസനത്തിൽ നിന്ന് വീണ്ടും വൈകാരിക വിഷയങ്ങളിലേക്ക് പോകുന്നു എന്നതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷ അത്രത്തോളമേ ഉള്ളൂ എന്നാണ്.
അല്ല, ബി ജെ പിയുടെ പ്രതീക്ഷ അത്രത്തോളമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബി ജെ പിക്ക് വളരെ നല്ല പ്രതീക്ഷ തന്നെ ഉണ്ട്. അത് ഒരുപക്ഷെ അവർക്ക് അവർ ഇലക്ഷൻസ് വിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കോൺഗ്രസിനെക്കാട്ടി കൂടുതൽ അടുത്ത കാലത്ത് കാണിച്ചു തന്നിട്ടുള്ളത് ബി ജെ പി ആണ്. പക്ഷേ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ കാണാവുന്ന ഒരു കാര്യം, ന്യായ് എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നതുകൂടി ഇവിടെ ചർച്ചയുടെ ക്വാളിറ്റി മാറിയിട്ടുണ്ട്. എന്താണ് ചർച്ച ചെയ്യുന്നത്? വടക്കേന്ത്യൻ ചാനലുകളിലാണെങ്കിൽ പോലും ഇത്തരത്തിലേക്ക് ചർച്ച മാറി. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുകയും, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2014 പോലും ബി ജെ പി ഇത്രയും പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല. 2019 മൊത്തം പാകിസ്ഥാനും ഹിന്ദുത്വ ഇഷ്യൂസും മാത്രമാണ്. അപ്പോൾ ഈ 2014 മുതൽ 19 വരെയുടെ ബി ജെ പി മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് പാകിസ്ഥാൻ ഇത്ര വലിയൊരു പ്രശ്നമായെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ബി ജെ പി അല്ലാതെ വേറെ ആരുമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ന്യായ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസൽ ചർച്ചയുടെ ക്വാളിറ്റി അല്പം മാറ്റിയിട്ടുണ്ട്. പക്ഷേ താഴേക്കിടയിലേക്ക് ഇത് എത്തിക്കാൻ, ഞാൻ കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ടൈമിംഗ് ഒരു പ്രശ്നമാണ്. രണ്ട് ക്രെഡിബിലിറ്റി, ന്യായ് എന്ന് പറയുന്ന ഒരു സ്കീം, ഇപ്പോൾ MNREGA പോലൊരു സ്കീം നടത്തിയ കോൺഗ്രസിന് അത് ക്ലെയിം ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ഇത്രയും അത് അത്ര വലിയൊരു കാര്യമല്ല എന്ന് പറ്റും. പക്ഷേ മാനിഫെസ്റ്റോയിലുള്ള മറ്റ് പല കാര്യങ്ങളിലും കോൺഗ്രസിൻ്റെ ക്രെഡിബിലിറ്റിയും ഇവിടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സെഡിഷൻ ഒന്നും രാജ്യദ്രോഹം എന്നോട് ആദ്യമായിട്ട് കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ല. പക്ഷേ ഈ നടന്ന ചർച്ചകളുടെ ഒരു ക്വാളിറ്റി മാറ്റുവാൻ ന്യായ് പ്രപ്പോസലിന് സാധിച്ചിട്ടുണ്ട്. അത് ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. ലാംഗ്വേജിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു ശ്രദ്ധേയമായ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. പ്രിയങ്ക ഗാന്ധിയുടെ ഗുജറാത്തിലെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഈ അടുത്തിടയ്ക്ക്. അവർ മേരെ ബഹനോ ഓർ ഭായിയോ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അത് ട്വിറ്റർ ലോകമൊക്കെ വളരെ ആഘോഷിക്കുകയുണ്ടായി. സിസ്റ്റേഴ്സിനെ ആദ്യം ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞു തുടങ്ങിയത്. അത് ഇന്നത്തെ ബി ജെ പി മാനിഫെസ്റ്റോയിൽ നമ്മളത് കാണുന്നുണ്ട്. അതിനുശേഷം വന്നതിനകത്ത് പ്രധാനമന്ത്രിയുടെ ലെറ്റർ തുടങ്ങുന്നതിന് ഡിയർ സിസ്റ്റേഴ്സ്. അപ്പോൾ വളരെ ചെറിയ രീതിയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഈ ഡിസ്കഷൻ്റെ ക്വാളിറ്റീനെയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ പോയിന്റ്സിനെയും മാറ്റുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ചെറിയ സിഗ്നൽസ് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ അതൊരു ഇന്ത്യൻ ഡെമോക്രസിയുടെ വിജയത്തിന് വേണ്ടിയും സ്ട്രെങ്ത്തിന് വേണ്ടിയും ഉപകരിക്കുകയുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറിച്ച് ഇത്തരത്തിലുള്ള ഹേറ്റ്രഡിൻ്റെ രാഷ്ട്രീയം ആരെയും എങ്ങും എത്തിക്കില്ല എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ടിയിരിക്കും. വളരെ നന്ദി ശ്രീ ബെൻസ്റ്റൺ ജോണിനൊപ്പം PM മനോജ്, ശ്രീ KVS ഹരിദാസ്, ഡോക്ടർ ശൂരനാട് രാജശേഖരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.